ഹേ എവരി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സിൻ്റെ ഒരു വീക്ക്ലി അനാലിസിസ് ആണ്. ഗോൾഡും യൂറോയുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡ് നോക്കാം, എന്താണ് ഗോൾഡിൻ്റെ സിറ്റുവേഷൻ എന്ന്. അപ്പോൾ ലാസ്റ്റ് ഒരു 10 days ആയിട്ട് ഗോൾഡ് ക്ലിയർലി ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ്. അപ്പോൾ നമുക്കിവിടെ കൗണ്ട് ചെയ്യാം, ലാസ്റ്റ് ഒരു 10 bars കാണാം. ഈ 10 bars ആയിട്ട് എന്താണ്, ഗോൾഡ് ഒരു ക്ലിയർ കൺസോൾട്ടേഷൻ മോഡിലാണ് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈ ആയിട്ട് ഹിറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് 2531 ആണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്ക് ആ ലെവൽ മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും ഇവിടെ ഫെയിലായിരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ വീക്ക് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കറൻലി ഒരു ലോ മേക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഇൻസൈഡ് ലോ ആണ്, പക്ഷേ സ്റ്റിൽ നമുക്ക് വാലിഡായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഗ്രാബ്ഡ് ഏരിയയുമാണ്. അത് പ്രീവിയസ്ലി ഉള്ള ലോ കളക്ട് ചെയ്തു, ഇവിടെ ഉള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി. ഓക്കെ, അപ്പോൾ ഈ വീക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി ഈ ഒരു ലോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫുള്ള് അപ് ട്രെൻഡിലോട്ട് കണ്ടിന്യൂ ചെയ്യുക. അതായത് ബാക്കി കറൻ്റ്ലി ഗോൾഡ് അപ് ട്രെൻഡിൽ തന്നെയാണ്, അപ് ട്രെൻഡിലോട്ട് കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ഉള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലിക്വിഡിറ്റി പെൻഡിങ് ആണ്, സ്റ്റിൽ മുകളിൽ ലിക്വിഡിറ്റി പെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മുകളിൽ പോയി ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സെൽ ഓഫ് നടക്കാം. ഓക്കെ, അപ്പോൾ ഏത് ഡയറക്ഷനാണ് ഫസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാബ് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടൊരു മൊമെൻറ്റം ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇപ്പം കറൻ്റ്ലി ഇപ്പോൾ ഇന്നത്തെ ഡേ നോക്കിയാലും നമുക്കൊരു 15 minute എടുത്താലും രാവിലെ നല്ല ബെയറിഷായിട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കറൻ്റ്ലി ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺ ട്രെൻഡ് ഫോർമേഷൻ വരുന്നുണ്ട്. പക്ഷേ ലണ്ടനും ന്യൂയോർക്കും ഓപ്പണും നോക്കാം. പോരാത്തതിന് ഈ വീക്ക് ലാസ്റ്റ് നമുക്ക് NFP വരുന്നുണ്ട്. അപ്പം NFP ഒക്കെ ഉള്ള ഡേയിൽ അല്ലെങ്കിൽ ആ വീക്കിൽ മോസ്റ്റ്ലി എന്താണ്, മോഡറേറ്റ് വോളിയം ആയിരിക്കും അല്ലെങ്കിൽ ഡ്രൈ വോളിയം ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഐ തിങ്ക് ഗോൾഡിൽ NFPക്ക് മാർക്കറ്റ് റേസ് ചെയ്ത് വന്ന് ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് ഫോൾ ആവാനാണ് പ്രോബബിലിറ്റി കൂടുതൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ എവിടെയാണ് ലെവൽസ് കാര്യങ്ങളെന്നൂടെ ചെക്ക് ചെയ്തിട്ട് വേണം സ്വിംഗ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർ നോക്കാൻ. പിന്നെ NFP ഉള്ള ഡേയിൽ മാക്സിമം ട്രേഡ് ഒഴിവാക്കുക. അതായത് ഫസ്റ്റ് ഫ്രൈഡേ ആണ് വരുന്നത്, എല്ലാ മന്തും ഫസ്റ്റ് ഫ്രൈഡേ. അതായത് ഈ വീക്ക് വരും, നമുക്ക് സെപ്റ്റംബർ 1 എന്ന് പറയുമ്പോൾ, സെപ്റ്റംബറിലെ ഫസ്റ്റ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഈ വീക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടെ ചെക്ക് ചെയ്യുക, ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് കൂടെ നോക്കിയിട്ട് വേണം ഗോൾഡിൽ ട്രേഡ്സ് പ്ലേസ് ചെയ്യുക. ഇനി യൂറോയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, യൂറോ ക്ലിയറായിട്ട് ഒരു ബെയറിഷ് മൊമെൻറ്റമാണ്. 3 days ആയിട്ട് നോക്കിയാൽ കാണാം, നല്ല ബെയറിഷ് മൊമെൻറ്റമാണ്. ഒരു ഡിമാൻഡ് എത്തിയിട്ടുമില്ല. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ഇന്നത്തെ ഡേയിൽ റീച്ച് ആയിരിക്കുന്ന ഒരു ഡിമാൻഡ് ഏരിയയിലാണ്, പക്ഷേ സ്റ്റിൽ അതിൻ്റെ ബൈയിങ് പ്രഷറൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഫിൽട്ടർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് വരാം. ഓക്കെ, അതായത് ഇൻ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 1.10154 ഈ ലെവലിലേക്ക് മാർക്കറ്റ് റീച്ച് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഡെയിലിയാണ്, അതുകൂടെ ശ്രദ്ധിക്കുക. ഇനി 4 hourലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൈനർ ഡിമാൻഡിലാണ് മാർക്കറ്റ് കറൻ്റ്ലി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ സെഷൻ അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ലണ്ടൻ സെഷനിൽ ഓപ്പണിംഗ് കൂടെ ഇവിടെ കൺസിഡർ ചെയ്ത് നല്ലൊരു മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുക. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക, സെല്ലിന് തന്നെ പ്രിഫർ ചെയ്യുക. ഒരു 1 hour സോൺസ് നോക്കിയിട്ട് സെല്ലിന് പ്രിഫർ ചെയ്യുക. അതായത് 1 hour സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല സെല്ലിംഗ് പ്രഷറുള്ള ഏരിയ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇൻ കേസ് ഒരു ഫേക്ക് പമ്പ് തന്നു കഴിഞ്ഞാൽ, അതായത് ഫേക്കായിട്ടൊരു ബുള്ളിഷ് മൊമെൻറ്റ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് നമുക്ക് സെൽ ഓഫ് ട്രൈ ചെയ്യുക. അപ്പോൾ യൂറോയിൽ ശരിക്കും സെല്ലിങ് പ്രിഫർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ബെയറിഷ് ആണ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകാതിരിക്കുക. അടുത്തൊരു ക്ലിയർ ഡിമാൻഡ് ഞാനീ പറഞ്ഞ ആ ലെവലിൽ എത്തിയിട്ട് ഒരു ബൈ നോക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 15 minute എങ്കിലും പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുക. അപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ്, സെയിം 2 സൈഡ് ലിക്വിഡിറ്റി ബിൽഡ് ഉണ്ട്. എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഹൈ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു സെല്ലിനാണ്. യൂറോ ആണെങ്കിലും ഞാൻ സെല്ലിനാണ് ഈ വീക്ക് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ഇന്നത്തെ വ്യൂ, അല്ലെങ്കിൽ ഈ വീക്കിലുള്ള ഓവറോൾ വ്യൂ. പിന്നെ ഇൻട്രാഡേ സെഷൻസ് നമുക്കറിയാം, വോളിയം മാറി വരുന്നതനുസരിച്ച് ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ രണ്ടിലും ഞാൻ ബെയറിഷ് ആണ്, ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ട്രേഡുമായിട്ട് കൂട്ടി വായിക്കുക. അത് കഴിഞ്ഞ് എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിങ്.